കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായി ഈ സൂം പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതേ തുടർന്ന് യൂട്യൂബിലൂടെ ദൈവവചനം പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹൃദയാംഗമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ എസ്കേലിന്റെ പുസ്തകം 24 അധ്യായമാണ് പഠിച്ചങ്ങോട്ട് തുടങ്ങിയത്. അതുകൊണ്ട് ഇത് രാത്രി വളരെ പ്രാർത്ഥനയോടെ, ധ്യാനത്തോടെ, ഏകാഗ്രതയോടെ നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ നാം ആയിരിക്കുന്നിടത്ത് നമുക്കായിരിക്കാം. 23 അധ്യായത്തിനകത്ത് ഇസ്രായേൽ ജനത്തിന് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് വളരെ ശക്തമായി ഉറപ്പിച്ചു പറയുന്നുണ്ട്. ആ 23 അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗം വരുമ്പോൾ 46 മുതൽ 49 വാക്യങ്ങൾ ഇസ്രായേലിനെ പരസംഗത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുമായി സാമ്യപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. മോശെ ന്യായപ്രമാണ പ്രകാരം അങ്ങനെയുള്ളവളെ വെളിയിൽ കൊണ്ടുവന്ന് സഭയുടെ മുമ്പാകെ കൊണ്ടുവന്ന് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം. അവളുടെ വീട് വന്നിട്ട് പൂർണ്ണമായും നശിപ്പിക്കണം. ഇത് ഇസ്രായേലിനെ അഥവാ യെരുശലേമിനെ സാമ്യപ്പെടുത്തി പറയുന്നതാണ്. അപ്പോൾ യെരുശലേമിലുള്ള ജനത്തെ, യെരുശലേമിനെ പൂർണ്ണമായും അതിനെ കല്ലെറിഞ്ഞ് അതിനെ വാളുകൊണ്ട് കൊല്ലണം. എന്നിട്ട് ആ പ്രദേശം, ആ യെരുശലേം നഗരം എന്ന് പറയുന്ന ഭവനം തീയിട്ട് നശിപ്പിക്കണം. ഈ നിലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വചനഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്ന കാര്യമുണ്ട്. ഞാൻ യഹോവയായ കർത്താവെന്ന് നിങ്ങൾ അറിയും എന്നും കൂടെ പറഞ്ഞിട്ടാണ് ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് സംഭവിക്കാൻ പോകുന്ന, യെരുശലേമിന് സംഭവിക്കാൻ പോകുന്ന നാശത്തെക്കുറിച്ച്, അതിനെ കല്ലെറിഞ്ഞ് കൊന്ന് അതിനെ തീയിട്ട് ചുട്ട് നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് യഹോവയായ ദൈവം ഞാനാണ് എന്ന് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞിട്ട് 23 അധ്യായം അവസാനിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ ദൈവം തെരഞ്ഞെടുത്തത് ദൈവത്തിന്റെ മഹത്വം ജാതികളുടെ ഇടയിൽ പ്രകാശിക്കേണ്ടതിനും ഈ ജനത്താൽ മറ്റുള്ളവർ യഹോവ ആരാണെന്ന് അറിയുവാനും ഇവർ മുഖേന ജാതികൾക്കൂടെ നന്മ ലഭിക്കേണ്ടതൊക്കെയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ തെരഞ്ഞെടുത്തത്. ഇസ്രായേൽ ജനം അതിൽ പരാജയപ്പെട്ടു. അവർ യഹോവയെ വെളിപ്പെടുത്തേണ്ടതിന് പകരം യഹോവയ്ക്ക് ഒരു മഹത്വമായിരിക്കേണ്ടതിന് പകരം എവിടുന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത വ്യാജ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് ആ നിലയിൽ മുൻപോട്ട് പോയി ദൈവത്തെ വെളിപ്പെടുത്തിയില്ല. അവർ ജീവിതത്തിലൂടെ, അവരുടെ പ്രവർത്തനത്തിലൂടെ ദൈവത്തെ വെളിപ്പെടുത്തിയില്ല. ദൈവം ഉദ്ദേശിച്ചിരുന്ന പദ്ധതി അവരാൽ പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് യഹോവയെ ദൈവം പറഞ്ഞു, നിങ്ങളെ ഏൽപ്പിച്ച സ്ഥാനം നിങ്ങൾ പൂർത്തീകരിക്കാഞ്ഞത് കൊണ്ട് ഞാൻ എൻ്റെ മഹത്വം ഞാൻ എന്തായാലും വെളിപ്പെടുത്തും. എന്നെ തന്നെ ഞാൻ ഈ നിലയിലുള്ള ന്യായവിധിയിലൂടെ ഞാൻ വെളിപ്പെടുത്തും. യഹോവയായ ദൈവം ആരാണ്? അതാണ് ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നിങ്ങളെ ഏൽപ്പിച്ചെടുത്ത് നിങ്ങൾ പരാജയപ്പെട്ടു, അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും, ഞാൻ ആരാണ്. അത് പറഞ്ഞ് ആ അധ്യായം അവസാനിപ്പിക്കുന്നു. 24 അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ 1-2 വാക്യമാണ് നമ്മൾ വായിച്ചു നിർത്തിയത്. ആ 1-2 വാക്യങ്ങൾ പറഞ്ഞിട്ട് അത് പറയുന്നത് ഒരു ആണ്ട് 9-ാം ആണ്ട് 10-ാം മാസം 10-ാം തീയതി ഇത് നീ കുറിച്ചു വെക്കണം എന്ന്
യെഹെസ്കേലിനോട് യഹോവയായ ദൈവം പറയുകയാണ്, നീ ഇത് കുറിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഇന്നേ ദിവസമാണ്, ഇന്നത്തെ തീയതി തന്നെ എഴുതി വെക്കുക എന്ന് പറയുന്നത്. ഇന്ന് തന്നെ ബാബേൽ രാജാവ് യെരൂശലേമിനെ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവം കഴിഞ്ഞ 23 അധ്യായങ്ങളിലൂടെ യെരൂശലേമിന് വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ജനത്തിന്റെ പാപത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ട് 24 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത്രയും നാളും യെഹെസ്കേലിനോട് പറഞ്ഞ ന്യായവിധി വന്നു കഴിഞ്ഞു. അതാ പറഞ്ഞു, നീ ഈ തീയതി ഒന്ന് കുറിച്ചു വെക്കണം, ഇത് ഇന്ന് തന്നെ. അത് കുറിച്ചു വെക്കണം പറയാൻ കാര്യം, ഇത് രാഷ്ട്രത്തെ മാറ്റിമറിക്കുന്നതും അനേക ജീവിതത്തെ മാറ്റിമറിക്കുന്നതും എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നതുമായ ഒരു തീയതിയാണിത്. അതുകൊണ്ട് നീ ഇത് കുറിച്ചു വെക്കണം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലും ജെരമ്യാവിന്റെ പുസ്തകത്തിലൊക്കെ ഈ ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9-ാം വർഷം 10-ാം മാസം 10-ാം തീയതി ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിൽ ഉപരോധം ഏർപ്പെടുത്തി നശിപ്പിക്കാൻ വന്നു, പാളയം ഇറങ്ങി എന്നൊക്കെ ഈ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ യെഹെസ്കേലിനോട് യഹോവയായ ദൈവം ഇത് പറയുമ്പോൾ ബാബേൽ രാജാവ് യെരൂശലേമിന് ചുറ്റും വന്ന് ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞു. അതാണ് ഭാഗത്ത് പറയുന്നത്. 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവിടെ യഹോവയായ ദൈവം ഒരു കാലഘട്ടം പറയുന്നുണ്ട്. അപ്പൊ 20-ാം അധ്യായവും 24-ാം അധ്യായം തമ്മിൽ നമ്മൾ കണക്കാക്കുമ്പോൾ 20-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആണ്ട് എന്ന് പറയുന്നത് 7-ാം ആണ്ട് 5-ാം മാസം 10-ാം തീയതി എന്നാ പറയുന്നത്. ഇവിടെ 9-ാം ആണ്ട് 10-ാം മാസം 10-ാം തീയതി. ഇപ്പൊ ഏകദേശം 2 വർഷത്തെയും 5 മാസത്തെയും കൂടെ ഒരു ഗ്യാപ്പ് ഇത് തമ്മിലുണ്ട്, ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ ഈ 20-ാം അധ്യായത്തിൽ പറയുന്ന 7-ാം വർഷം, 7-ാം ആണ്ട്, ഈ 2 വർഷം കൊണ്ട് ആ ജനത്തിന് മാനസാന്തരപ്പെടുവാൻ, തെറ്റുകൾ തിരുത്തി മടങ്ങി വരുവാനുള്ള സമയം ദൈവം അവർക്ക് കൊടുത്തു. എന്നാൽ അവർക്ക് സമയം നൽകിയിട്ടും അവർ മാനസാന്തരപ്പെട്ടില്ല. അവർ പിന്നെ ഈ പാപം ചെയ്തുകൊണ്ടിരുന്നു. ആ നിലയിലേക്ക് നീങ്ങിയത് കൊണ്ടാണ് 24-ാം അധ്യായത്തിൽ വരുമ്പോൾ യഹോവയായ ദൈവം ആ ഡേറ്റ് കുറിച്ചിടാൻ പറഞ്ഞിട്ട് പറയുന്നു, ബാബേൽ രാജാവ് വന്നു കഴിഞ്ഞു. ഈ ഭാഗമാണ് നമ്മൾ പഠിച്ചു നിർത്തിയത്. ഈ ഭാഗത്ത് നമ്മൾ ചിന്തിച്ചിതായിരുന്നു, ദൈവം നമ്മളെ വെളിപ്പെടുത്തുവാൻ ഏൽപ്പിക്കുന്ന സ്ഥാനത്ത് നമ്മളിലൂടെ ദൈവമഹത്വം വെളിപ്പെടുവാൻ ദൈവം ഓരോ കാലഘട്ടത്തിലും ഓരോ സ്ഥലങ്ങളിലും നമ്മളെ ആക്കി വെക്കുമ്പോൾ നമ്മൾ ആ സ്ഥാനത്ത് പരാജയപ്പെട്ടാൽ, നമ്മളത് ചെയ്യുന്നില്ല എങ്കിൽ ദൈവം എങ്ങനായാലും സ്വയമേയായാലും ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തേണ്ട ഇടത്ത് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തും. നമ്മൾ പരാജയപ്പെട്ടാൽ ദൈവം പരാജയപ്പെടത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന പോലെ, ചിന്തിക്കുന്ന പോലെ, പ്ലാൻ ചെയ്തിരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും എന്ന് ഉറപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന, പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതികൾ ദൈവം നടപ്പിലാക്കും. രണ്ടാമത്തത്, മാനസാന്തരപ്പെടുവാനുള്ള അവസരങ്ങൾ ദൈവം കൊടുത്തിട്ടും
അവരെ യെഹെസ്കേലിന്റെ പ്രവചനത്തെ തള്ളിക്കളഞ്ഞ് വ്യാജ പ്രവാചകന്മാർക്ക് ചെവി കൊടുത്ത് അവർ ബാൽ വിഗ്രഹങ്ങളെയും മോലക്കിനെയും ഒക്കെ സേവിച്ച് മുൻപോട്ട് പോയി യഹോവയായ ദൈവത്തെ അവർ സന്തോഷിപ്പിക്കുകയോ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുകയും ചെയ്തില്ല. തന്നിമിത്തം ന്യായവിധി ജനത്തിന് മേൽ വരുന്നു. അതുകൊണ്ട് ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ ക്രമീകരണം പ്രാപിക്കുവാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ നമ്മൾ അത് ചെയ്തില്ല എങ്കിൽ ദൈവം ഒരിക്കലും കുറ്റക്കാരനല്ല. നമുക്കതിന് അവസരങ്ങൾ തരുന്നു. അതിൽ നിന്നും തെറ്റുതിരുത്തി പുറത്തു വരുവാൻ ദൈവം അവസരങ്ങൾ തരുമ്പോൾ നാം അത് ചെയ്തില്ലെങ്കിൽ നാം തന്നെ അതിന് വില കൊടുക്കേണ്ടി വരും എന്നൊരു യാഥാർത്ഥ്യവും ഈ ഭാഗത്തുനിന്ന് ഓർപ്പിച്ച് ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. നമുക്ക് യെഹെസ്കേലിന്റെ പുസ്തകം 24-ാം അധ്യായത്തിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കും. യെഹെസ്കേൽ ചാപ്റ്റർ 24 വേഴ്സസ് 3 to 5. മത്സരഗൃഹത്തോട് ഒരു ഉപമ പ്രസ്താവിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ ഒരു കുട്ടകം അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളമൊഴിക്ക, മാംസ കഷ്ണങ്ങൾ, തുട, കൈക്കുറുക്ക് മുതലായ നല്ല കഷ്ണങ്ങളൊക്കെയും തന്നെ എടുത്ത് അതിലിടുക. ഉത്തമമായ അസ്ഥികരണങ്ങളെ കൊണ്ട് അതിനെ നിറയ്ക്കുക. ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വിശേഷമായതിനെ പിടിച്ചുകൊണ്ടുവന്ന് അതിന്റെ കീഴെ വിറകടുക്കി അതിനെ നല്ലവണ്ണം പുഴുങ്ങുക. അതിന്റെ അസ്ഥികൾ അതിനകത്ത് കിടന്നു വേകട്ടെ. ഇവിടെ യെഹെസ്കേലിനോട് യഹോവയായ ദൈവം ദൃഷ്ടാന്തത്തിലൂടെ ഇസ്രായേൽ ജനത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യം വീണ്ടും ദൃഷ്ടാന്തത്തിലൂടെ അറിയിക്കുകയാണ്. ഈ ദൃഷ്ടാന്തത്തിലൂടെ പ്രവാസത്തിലുള്ളവരോടെ യെരുശലേമിന് അടുത്ത് എന്ത് സംഭവിക്കുമെന്നാണ് ഇതിവിടെ വെളിപ്പെടുത്തുന്നത്. അതെത്ര ഭയാനകമായിരിക്കുമെന്ന് കാണിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണിത്. യെഹെസ്കേൽ ഇതൊരു കവിതാ രൂപത്തിലാണ് ഈ ഭാഗം എഴുതിയിരിക്കുന്നത്. യെഹെസ്കേൽ ഈ ദൃഷ്ടാന്തം അക്ഷരാർത്ഥത്തിൽ പ്രവാസികളായ ജനത്തിന് മുമ്പിൽ അവതരിപ്പിച്ചോ അതോ ലളിതമാകുന്ന ഒരു കഥയിലൂടെ ജനത്തെ പറഞ്ഞ് മനസ്സിലാക്കിയോ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ദൃഷ്ടാന്തത്തിലൂടെ ചെയ്ത് കാണിച്ചാലും അഥവാ കഥാരൂപത്തിൽ പറഞ്ഞു കൊടുത്താലും അതിൻ്റെ അർത്ഥം ഒന്നു തന്നെ. മാംസം എങ്ങനെ പാകം ചെയ്യാമെന്നോ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. വെള്ളവും മാംസ കഷ്ണവും നിറച്ച ഒരു പാചക പാത്രം. ഇംഗ്ലീഷിൽ ചിലത് പോട്ട് എന്ന കൊടുത്തിരിക്കുന്നത്, മലയാളത്തിൽ കുട്ടകം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലെ ചില ട്രാൻസ്ലേഷനിൽ കോൾഡ്രോൺ എന്ന് പറയുന്ന ഒരു പദം ഉപയോഗിച്ചിരിക്കുന്നത്. കോൾഡ്രോൺ. എന്നാൽ മലയാളത്തിൽ കുട്ടകം എന്ന് പറയുന്നുണ്ട്. കോൾഡ്രോൺ എന്ന് പറയുന്നത് സാധാരണയായി സാധനങ്ങൾ കഴുകുവാനും പാചകം ചെയ്യുവാനും ഉപയോഗിക്കുന്ന വായു നല്ല വിസ്താരമുള്ള ഒരു പാത്രമാണ്. പക്ഷെ അത് മണ്ണ് കൊണ്ടുണ്ടാക്കിയതായിരിക്കും. എന്നാൽ ഇവിടെ 24-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം പഠിച്ചു വരുമ്പോൾ ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കിയതല്ല, ചെമ്പും മറ്റ് ലോഹം കൊണ്ടുണ്ടാക്കിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മലയാളക്കരയിലൊക്കെ ഉള്ള പഴയ കുട്ടകം എന്ന് വേണേൽ നമുക്ക് പറയാം. അതാകുമ്പോൾ നമുക്ക് നന്നായി മനസ്സിലാക്കും. കുട്ടകം. ആ കുട്ടകത്തിനകത്തുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. നമ്മള്
യെഹെസ്കേലിന്റെ പുസ്തകം 11-ാം അധ്യായം നാം പഠിച്ചപ്പോൾ അവിടെയും കുട്ടകത്തെ കുറിച്ച് ഒരു ഉപമ ദൃഷ്ടാന്തമായി അവിടെയും യെഹെസ്കേൽ ജനത്തോട് പറയുന്നുണ്ട്. കുട്ടകത്തെ കുറിച്ചുള്ള ഒരു കാര്യം പറയുന്നു. നിങ്ങൾ സമയം പോലെ അത് വായിച്ചു നോക്കണം. ഞാൻ കുറെ കഴിയുമ്പോൾ അതിൽ ചില ഭാഗങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്ത് കാണിക്കാം. യെഹെസ്കേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന് കുട്ടകവും അതിൻ്റെ അകത്ത് ആളുകളെ ഇട്ട് വേവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ആ ദൃഷ്ടാന്തം ഇവിടെ ഉപയോഗിക്കുന്നു. യെരുശലേമിനെ ഒരു കുട്ടകത്തോട് സാമ്യപ്പെടുത്തുകയാണ് ഇവിടെ. അത് തന്നെയാണ് 11-ാം അധ്യായത്തിലും കണ്ടത്. അത് തന്നെ ഒരു വലിയ കുട്ടകം. ആ കുട്ടകമാണെന്നും അതിലെ ജനങ്ങൾ പാചകം ചെയ്യപ്പെടുന്ന മാംസങ്ങളോട് സാമ്യപ്പെടുത്തി പറയുന്നു. നമുക്ക് ആ പാചക രീതിയിലേക്കൊന്ന് പോകാം. ആ കുട്ടകത്തിൽ വെള്ളം നിറയ്ക്കണം, എന്ന് തീയുടെ മുകളിൽ വെക്കണം. ആ വെള്ളത്തിൽ എന്തെല്ലാം ഇടണമെന്ന് പറയുന്നുണ്ട്. എല്ലാം വാരി വലിച്ചിടാൻ പറയുന്നില്ല. ചില പ്രത്യേക മാംസഭാഗങ്ങൾ ഇടാൻ പറയും. ചില പ്രത്യേക തരത്തിലുള്ള മാംസഭാഗങ്ങൾ. ആ കൂട്ടത്തിൽ 4-ാമത്തെ വാക്യം നാം നോക്കുമ്പോൾ മാംസകഷ്ണങ്ങൾ, തുട, കൈക്കുറുക്ക് മുതലായ നല്ല കഷ്ണങ്ങളൊക്കെയും തന്നെ എടുത്ത് അതിലിടുക. അവിടെ പറഞ്ഞു മാംസമായിരിക്കുന്ന പ്രത്യേകമാകുന്ന ചില പേരുകൾ പറയുന്നു. ആ കൂട്ടത്തിൽ പ്രധാന അസ്ഥികൾ ഇടുക. എന്നിട്ട് തീയിൽ ധാരാളം വിറകും വെക്കുക. അങ്ങനെ കുട്ടകത്തിൽ ഉള്ളത് തിളപ്പിക്കണം, അത് ബോയിൽ ചെയ്യിക്കണം. നമ്മൾ അത് കഴിഞ്ഞപ്പോൾ ഒരു ആടിന്റെ കാര്യം അവിടെ വായിക്കുന്നുണ്ട്. ആ ഭാഗത്ത് പറഞ്ഞ ആടിനെ കൊണ്ടുവരുന്ന കാര്യം അവിടെ പറയുന്നുണ്ട്. കൂട്ടത്തിൽ വിശേഷമായി പിടിച്ചുകൊണ്ട് വന്നു അതിന്റെ കീഴെ വിറക് അടുക്കി നല്ലവണ്ണം പുഴുങ്ങുക. അതിന്റെ അസ്ഥിക അതിനകത്ത് കിടന്ന് വേവട്ടെ. നമ്മൾ പറഞ്ഞു വരുമ്പോൾ വിറകിന്റെ കാര്യം പറയുന്നു. ചില ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന വിറകിന് പകരം ബോൺ എന്ന ഉപയോഗിച്ചിരിക്കുന്നത്. KJV-യിലൊക്കെ, കിങ് ജെയിംസ് വേർഷനിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ബേൺ ഓൾസോ ഇൻ ദ ബോൺസ് അണ്ടർ ഇൻ ഇറ്റ് എന്ന കൊടുത്തേക്ക്. അപ്പൊ അതുകൊണ്ട് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് വിറകിനോടൊപ്പം അസ്ഥി കഷ്ണങ്ങൾ വെച്ചിരുന്നു. അങ്ങനെ വെച്ചാൽ ചൂട് കൂടുതലായി അനുഭവപ്പെടുകയും അത് വേഗം തിളയ്ക്കുവാൻ സാധ്യതയുണ്ട് എന്നും അഭിപ്രായപ്പെടുന്നു. എന്തായാലും അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ ഇതിനകത്തുണ്ട്. അപ്പൊ അതായത് എല്ലുകളിൽ നിന്ന് തീ പകരുന്നതിനാൽ പാത്രത്തിലുള്ള സാധനം നന്നായി തിളപ്പിക്കുക. അതിലൂടെ അതിലുള്ളടക്കം നന്നായി വേവിക്കുന്നതിനും പാകം ചെയ്യുന്നതിനും അത് സാധിക്കും. നമ്മൾ വായിച്ചല്ലോ മികച്ച ചില മാംസഭാഗങ്ങൾ. എല്ലാ ഭാഗവും ഇടാൻ പറയുന്നില്ല. ചില പ്രത്യേക മാംസഭാഗങ്ങൾ ചില ഭാഗങ്ങളിൽ ഇടാനാണ് പറഞ്ഞേക്കുന്നത്. മാംസം, അസ്ഥികൾ, ആ പ്രത്യേകമാകുന്ന ആ പദപ്രയോഗങ്ങൾ അതെന്തിനെ കാണിക്കുന്നു ചോദിച്ചാൽ ആ രാജ്യത്തിലെ പ്രത്യേക പദവികൾ അലങ്കരിക്കുന്ന നേതൃത്വ നിരയിൽ നിൽക്കുന്നവരെയാണ് ആ പ്രത്യേക തരത്തിലുള്ളതായ അസ്ഥികളും മാംസങ്ങളും കാണിക്കുന്നത്. പ്രത്യേക തരത്തിലുള്ള ആളുകളെയാണ്. ആ നഗരത്തിലെ പ്രധാനമായ പദവികൾ അലങ്കരിക്കുന്ന പ്രധാന ചില നേതാക്കളെയാണ് ഇവിടെ ഈ പുഴുങ്ങുവാൻ പറയുന്ന ആ മാംസ കഷ്ണങ്ങൾ എടുത്തു പറയുന്നല്ലോ, അത് അതിനോട് സാമ്യപ്പെടുത്തിയാ പറഞ്ഞിരിക്കുന്നത്. തുട, കൈക്കുറക്
മാംസ കഷ്ണങ്ങൾ, ഏതൊരു നല്ല കഷ്ണങ്ങൾ എന്നൊക്കെ പറയുന്നത്. അടുത്തത് ഉത്തമമായ അസ്ഥി കണ്ണങ്ങൾ കൊണ്ട് അതിനെ നിറയ്ക്കുക. അപ്പൊ എല്ലാം ചവറ് പോലെ വാരിടാൻ പറഞ്ഞിട്ടില്ല, പ്രത്യേകമാകുന്നു ചിലത്. അതിനെക്കുറിച്ച് വേദപണ്ഡിതർ പറയപ്പെടുന്നത് ആ രാജ്യത്തിലെ പ്രത്യേക പദവികൾ അലങ്കരിക്കുന്ന ചില പ്രത്യേക ആളുകളെയാണ് അതിനകത്ത് ഇടുവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എഗസ്കേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് ഇത് പോകാം. 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. എഗസ്കേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. വീടുകളെ പണിവാൻ സമയമെടുത്തിട്ടില്ല, ഈ നഗരം കുട്ടകവും നാം മാംസവുമാകുന്നുവെന്ന് അവർ പറയുന്നു. ഓക്കെ, വീടുകളെ പണിയാൻ സമയമായിട്ടില്ല. ഈ നഗരം കുട്ടകമാണ്, നാം അതിനകത്തുള്ള മാംസ കഷ്ണങ്ങളാണ്. ഇനി 7-ാമത്തെ വാക്യം. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ഈ നഗരത്തിന്റെ നടുവിൽ ഇട്ടുകളഞ്ഞ നിഹിതന്മാർ മാംസവും ഈ നഗരം കുട്ടകവുമാകുന്നു. എന്നാൽ നിങ്ങളെ ഞാൻ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിക്കും. നോക്കണം, ഇപ്പോൾ ആ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അതിനോട് സമാനമായിരിക്കുന്ന ഒരു ദൃഷ്ടാന്തവും പ്രവചനമാണ് ഈ 24-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ ഭാഗം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. 6 മുതൽ 8 വരെയുള്ള വാക്യം. പുസ്തകം 24-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെ. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അകത്ത് ക്ലാവുള്ളതും ക്ലാവ് വിട്ടുപോകാത്തതുമായ കുട്ടകത്തിന്, രക്തപാതകമുള്ള നഗരത്തിന് തന്നെ അയ്യോ കഷ്ടം. അതിനെ ഖണ്ഡം ഖണ്ഡമായി പുറത്തെടുക്കുക, ചീട്ട് അതിന്മേൽ വീണിട്ടില്ല. അവൾ ചൊരിഞ്ഞിരിക്കുന്ന രക്തം അവളുടെ മധ്യേ ഉണ്ട്. അവൾ അത് വെറും പാറമേലത്രേ ചൊരിഞ്ഞത്, മണ്ണുകൊണ്ട് മൂടുവാൻ തക്കവണ്ണം അത് നിലത്ത് ഒഴിച്ചില്ല. 8-ാമത്തെ വാക്യം. ക്രോധം വരുത്തേണ്ടതിനും പ്രതികാരം ചെയ്യേണ്ടതിനും ഞാൻ അവൾ ചൊരിഞ്ഞ രക്തം മൂടിപ്പോകത്തക്കവണ്ണം അതിനെ വെറും പാറമേൽ തന്നെ നിർത്തിയിരിക്കുന്നു. ഓക്കെ, 1-ാമത്തെ തീയതിയും ആണ്ടും പറയുന്നു. 2-ാമത് ഒരു കുട്ടകവും, കുട്ടകത്തിനകത്ത് ആ രാജ്യത്തിലെ പ്രധാനപ്പെട്ട പദവികൾ അലങ്കരിച്ചിരിക്കുന്ന നേതാക്കന്മാർ. ഇനി ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, വിറകും അസ്ഥി കഷ്ണങ്ങൾ എന്ന് പറഞ്ഞു. അത് ആ രാജ്യത്തിലെ ജനങ്ങളെയാണ്, സാധാ ജനങ്ങളെ കുറിച്ചാണ് പറയുന്നതെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ ഭാഗത്ത് ആ കുട്ടകത്തെ കുറിച്ചുള്ള ഒരു വലിയ വിവരണം കൊടുക്കുന്നുണ്ട്. കുട്ടകത്തെ കുറിച്ച്, കുട്ടകത്തിനകത്തുള്ള ക്ലാവ് പിടിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള വിശദീകരണ ഭാഗത്ത് പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ ആ ചിന്തകൾ, അതിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് നമുക്ക് പോകാം. യെരൂശലേമിന് പ്രതീകമായിരിക്കുന്ന ഈ കുട്ടകം അത് ആരംഭത്തിൽ വൃത്തികെട്ടതല്ലായിരുന്നു. ഇപ്പോൾ നോക്കൽ വൃത്തികേടായിരിക്കുന്നു. അതിന്റെ ആരംഭത്തിൽ വൃത്തികെട്ടതല്ലായിരുന്നു. പിന്നീട് ഈ ബോയിലൊക്കെ ചെയ്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അതിന്റെ ക്ലാവിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ആ കുട്ടകത്തിന്റെ അകത്ത് കൊലപാതകത്തിന്റെ രക്തം, അതാണ് അതിനെ വൃത്തികേടാക്കി മാറ്റിയിരിക്കുന്നത്. അവിടെ നടന്ന ദുർനടപ്പ്, കൊലപാതകം, ഇതൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. രക്തക്കറകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. അതാണ് കുട്ടകത്തിനകത്ത് കാണുന്ന ക്ലാവ് അല്ലെങ്കിൽ രക്തക്കറ എന്നൊക്കെ പറയുന്നതാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ
അവിടുത്തെ ദുഷ്ടപ്രവർത്തികൾ യെരുശലേമിനെ നശിപ്പിച്ചു. ആർക്കും അതിനെ നന്നാക്കുവാൻ കഴിയും. യെരുശലേമിനെ നശിപ്പിക്കുക എന്നതായിരുന്നു ആ ക്ലാവ് മാറാനുള്ള ഏക പരിഹാര മാർഗം. അല്ലാതെ അതിനെ ക്ലീൻ ചെയ്ത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്. അത്രമാത്രം കട്ടുപിടിച്ചിരിക്കുക. അതിന്റെ 6-ാമത്തെ വാക്യം വായിച്ച്. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അകത്ത് ക്ലാവുള്ളതും ക്ലാവ് വിട്ടുപോകാത്തതുമായ കുട്ടകത്തിന്, രക്തവാതകമുള്ള നഗരത്തിന് തന്നെ അയ്യോ കഷ്ടം. അതിനെ ഖണ്ഡം ഖണ്ഡമായി പുറത്തെടുക്കുക. അകത്ത് ക്ലാവ് ഉള്ളതും ക്ലാവ് വിട്ടുപോകാത്തതുമായ കുട്ടകത്തിന്. അപ്പൊ അകത്ത് രക്തക്കറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. അതെത്ര ക്ലീൻ ചെയ്താലും അത് പോകത്തില്ല. എന്നിട്ട് അവിടെ രേഖപ്പെടുത്തി, രക്തപാതകമുള്ള നഗരത്തിന് തന്നെ എന്ന് പറഞ്ഞാൽ ആ കുട്ടകം നഗരമാണെന്നും അതിൻ്റെ അകത്തുള്ള ക്ലാവും അതിൻ്റെ അകത്തുള്ള രക്തക്കറയെല്ലാം യെരുശലേം നഗരത്തിൽ സംഭവിച്ച കുലപാതകങ്ങളുടെയും ദുഷ്ടപ്രവൃത്തികളുടെയും ഒക്കെ കറയാണ് എന്നാണ് ഭാഗം കൊണ്ട് എടുത്തു പറയുന്നത്. നെബൂഖദ്നേസർ രാജാവ് തന്റെ ഉപരോധ സൈന്യം അവർ യെരുശലേമിനെ വന്ന് വളഞ്ഞു. ആ വളഞ്ഞ ആ ദിവസം തന്നെയാണ് യഹോവയായ ദൈവം ഈ അരുളപ്പാട് യെഹെസ്കേലിനെ അറിയിക്കുന്നത്. അപ്പോൾ ഈ ആ ദിവസം തന്നെ ഈ ഭാഗം അറിയിച്ചതിനാൽ രക്തരൂക്ഷിതമായ നഗരം യെരുശലേം തന്നെയാണ് എന്നൊരു സംശയമില്ല. അന്ന് തന്നെയാണ് വളയുന്നത്. അപ്പോൾ അതിന് മുൻപ് നടന്ന അനാഥരെ പീഡിപ്പിച്ചു, വിധവന്മാരെ പീഡിപ്പിച്ചു, പരദേശികളെ പീഡിപ്പിച്ചു, ഇങ്ങനെ പല നിലകളിലും പീഡിപ്പിച്ച് കൊന്ന കാര്യങ്ങളുടെ രക്തക്കറകൾ അതിൻ്റെ അകത്തുണ്ട്. പല അധികാരത്തിന്റെ മറവിൽ അധികാരം ഉപയോഗിച്ച് ദുർവിനിയോഗം ചെയ്തതുകൊണ്ട് ധാരാളം നിരപരാധികളുടെ രക്തം അവിടെ ചൊരിയപ്പെട്ടിട്ടുണ്ട്. ഒന്നുകൂടി പറഞ്ഞാൽ, രണ്ടാമത് കൊലപാതകം നടന്നത് സ്വന്തം മക്കളെ കൊന്നു. എവിടുന്ന് ഇറക്കുമതി ചെയ്ത വ്യാജ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ സ്വന്തം മക്കളെ അതിന്റെ മുൻപിൽ കൊണ്ടുപോയി കൊന്നു, രക്തം അതിന്റെ മുൻപിൽ ഒഴിച്ചു. ആ കുഞ്ഞുങ്ങളെ ദഹിപ്പിച്ചു കളഞ്ഞു. ആ രക്തക്കറ അവിടെ കിടപ്പുണ്ട്, സ്വന്തം കുഞ്ഞുങ്ങളെ. എന്നിട്ട് ആ രക്തക്കറയുമായി ശബത്ത് ദിവസം ആലയത്തിനകത്ത് വന്ന് കയറി. ശബത്ത് നാള് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു. ആ നിലയിലേക്ക് വന്നപ്പോൾ ആ ജെറുസലേം നഗരം മുഴുവൻ രക്തക്കറ കൊണ്ട് നിറഞ്ഞു. ഇനി മറ്റൊന്ന്, മറ്റ് പല നിലകളിലും ആക്രമണങ്ങൾ നിമിത്തം അനേക രക്തം അവിടെ ചീന്തിയിട്ടുണ്ട്. അതാണ് 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ എടുത്തു പറയുന്നത്. അതാണ്, അയ്യോ രക്തപാത നഗരത്തിന് അയ്യോ കഷ്ടം. അതൊരിക്കലും അത് ക്ലീൻ ചെയ്യുവാൻ, അത് നന്നാക്കുവാൻ ഒക്കത്തില്ല. ഇനി ക്ലാവ് വിട്ടുപോകാത്ത കുട്ടകം, ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടകം,
യെരുശലേം എന്ന് പറയുന്നത് തിളപ്പിച്ച് പാകം ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും മോശമായ ഗുണങ്ങൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കാരണം എല്ലാവരുടെ മുമ്പിൽ വെച്ച് കുട്ടകത്തിനകത്തെ ആ ക്ലാവ് കാണുന്നുണ്ട്. ഇതുപോലെ യെരുശലേമിന് സംഭവിക്കുമ്പോൾ അതിൻ്റെ അകത്തെ രക്തക്കറകൾ മുഴുവൻ ലോകത്തിൽ എല്ലാവർക്കും കാണാൻ കഴിയും. ഭൂരിഭാഗം വ്യാഖ്യാതാക്കളും വിശ്വസിക്കുന്നത് ഇവിടെ ക്ലാവ് എന്ന് പറയുന്നത് ചെളി അഥവാ തുരുമ്പ് എന്നൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു ചുവപ്പ് കലർന്ന നിറത്തിന്റെ വെളിച്ചത്തിൽ ആ തുരുമ്പെല്ലാം ആ ചെളിയെല്ലാം ആ യെരുശലേം നഗരത്തിന്റെ അഴിമതിയുടെ പ്രതീകമായി നിലനിൽക്കുകയാണ്. അത് ഗൂഢാലോചനയിലൂടെയും അടിച്ചമർത്തലിലൂടെയും കൊല്ലപ്പെട്ട ഇരകളുടെ രക്തത്തെ പ്രതിനിധീകരിക്കുന്നു. അത് അപ്പൊ അത്രമാത്രം രക്തക്കറ കൊണ്ട് അത് നിറഞ്ഞിരിക്കുക. നമുക്കിത് മനസ്സിലാക്കണമെങ്കിൽ യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 17 മുതൽ വാക്യങ്ങൾ വായിച്ചു. ഐശയ്യാ ചാപ്റ്റർ 1 verse 17 to 20. നന്മ ചെയ്യുന്നത് മതിയാക്കുവീൻ, നന്മ ചെയ്യുവാൻ പഠിപ്പീൻ, ന്യായം അന്വേഷിപ്പീൻ, പീഡിപ്പിക്കുന്നവരെ നേർവഴിയാക്കുവീൻ, അനാഥന് ന്യായം നടത്തി കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്തു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും മഞ്ഞു പോലെ ആയിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നുവെങ്കിലോ നിങ്ങൾ വാളിനിരയായിത്തീരും. യഹോവയുടെ വായ് അരുളി ചെയ്തിരിക്കുന്നു. ഇവിടെ അത് വ്യക്തമായി പറയുന്നുണ്ട്. നിങ്ങൾ അനാഥൻ ന്യായം നടത്തിക്കൊടുപ്പീൻ, വിധവയ്ക്ക് വേണ്ടി വ്യവഹരിപ്പീൻ. യഹോവയായ ദൈവം പറയും, വരുവീൻ, നമുക്ക് തമ്മിൽ സംസാരിക്കാം. രക്താംബരം പോലെ ആ നിലയിൽ ഇവിടെ വായിച്ച പോലെ കുട്ടകത്തിനകത്ത് ക്ലാവ് നിറഞ്ഞിരിക്കുക. യഹോവയായ ദൈവം പറഞ്ഞ ആ നിലയിൽ ആകെയിരിക്കുന്ന നിന്നെ ഞാൻ വെടിപ്പാക്കാം, അത് ഹിമം പോലെ മാറ്റിത്തരാം. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നു എങ്കിൽ ദേശത്തിന് നന്മ അനുഭവിക്കും. മറുത്ത് മത്സരിക്കുന്നു എങ്കിലോ നിങ്ങൾ വാളിനിരയായി തീരും. യഹോവയുടെ വായെ അരുളി ചെയ്തിരിക്കുന്നു. യെശയ്യാവിലൂടെ അതിന്റെ പ്രാരംഭ ഭാഗത്ത് തന്നെ പറയുന്ന ഭാഗം ഇത്. അവിടെ എടുത്തു പറയുന്ന അനാഥരോടെ, വിധവമാരോടെ, പരദേശികളോടെ നിങ്ങൾ കേട്ടനുസരിക്കുക എന്ന് പറയുന്നുണ്ട്. ആ നിലയിൽ രക്തക്കറ കൊണ്ട് നിറഞ്ഞെന്ന് പറയുന്നു. കേട്ടനുസരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വിടുതൽ തരാം. അവർ അനുസരിച്ചില്ല. അതാണ് യെഹെസ്കേൽ പ്രവചനത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, ആ യെരുശലേം നഗരം മുഴുവൻ ചെളി കൊണ്ടും അത് ചുവപ്പ് കൊണ്ട് കറ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് എടുത്തു പറയുന്നു. ഇനി 7 വാക്യം വായിച്ചു. അവൾ ചൊരിഞ്ഞിരിക്കുന്ന രക്തം അവളുടെ മധ്യേ ഉണ്ട്. അവൾ അത് വെറും പാറയിലത്രേ ചൊരിഞ്ഞത്. മണ്ണുകൊണ്ട് മുഴുവൻ മൂടുവാൻ തക്കവണ്ണം അത് നിലത്തൊഴിച്ചില്ല. ക്രോധം വരുത്തേണ്ടതിനും പ്രതികാരം ചെയ്യേണ്ടതിനും ഞാൻ അവൾ ചൊരിഞ്ഞ രക്തം മൂടിപ്പോകത്തക്കവണ്ണം അതിനെ വെറും പാറമേൽ തന്നെ നിർത്തിയിരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ 6-ാം വാക്യത്തിൽ നമ്മളൊരു ഭാഗം അവിടെ പറയുന്നുണ്ട്. 6-ൽ എടുത്തു പറയുന്നുണ്ട്, അതിനെ കണ്ണം കണ്ണമായി പുറത്തെടുക്കുക. രക്തബാധയുള്ള നഗരത്തിൽ തന്നെ അയ്യോ കഷ്ടം എന്ന് പറയുന്നു. അതിനെ കണ്ണം കണ്ണമായി പുറത്തെടുക്കുക എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ പാചകക്കാരൻ
പാത്രത്തിൽ ഇതെല്ലാം ഇട്ട് വേവിക്കുമ്പോൾ അതിൽ ചിലതിനെ എടുത്തു മാറ്റുവാൻ പറയുകയാണ്. അതിനെ എടുത്ത് ചിലതിനെ മാറ്റാൻ എന്ന് പറഞ്ഞാൽ യെരുശലേം നഗരത്തിൽ ഈ നിലയിലുള്ള പ്രവർത്തനത്തിലൂടെ ആ ബാബിലോൺ സൈന്യം വന്ന് ഉപരോധിച്ച് ജനങ്ങളെ വാളുകൊണ്ട് കൊല്ലുമ്പോൾ, പലതരത്തിലുള്ള നിലയിൽ കൊല്ലുമ്പോൾ, അതിൻ്റെ അകത്തു നിന്നും, ആ തീക്കകത്തു നിന്നും ഒരു ഗ്രൂപ്പിനെ എടുത്ത് മാറ്റുന്നുണ്ട്. അവരെ പുറത്തു കൊണ്ടുപോകും. ആ ജനമാണ് പ്രവാസത്തിലേക്ക് പോയത്. നോക്കണം, ചിലർ കണ്ണങ്ങളെ പുറത്തെടുക്കുവീനെന്ന് പറഞ്ഞു. ആ തീക്കകത്തു നിന്നും, ആ കുട്ടകത്തിനകത്തു നിന്നും, ആ ന്യായവിധിക്കകത്തു നിന്നും ചിലതിനെ എടുത്തു മാറ്റി പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ, യെരുശലേം നഗരത്തിനകത്ത് ന്യായവിധി കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അകത്തു നിന്നും ചിലതിനെ പുറത്തു കൊണ്ടുവന്നു. ആ ജനങ്ങൾ പ്രവാസത്തിലേക്ക് പോയി. നമുക്ക് സെഖര്യാവിന്റെ പ്രവചനം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു, ആ 3-ാം അധ്യായത്തിൽ മഹാപുരോഹിതന്റെ വസ്ത്രം മുഷിഞ്ഞിരിക്കുന്നത് കണ്ട പിശാച് സാത്താൻ പറയുമ്പോൾ യഹോവയായ ദൈവം പറയുന്നുണ്ട്, ഞാൻ ഇവനെ തീയിൽ നിന്നും വലിച്ചെടുത്ത ഒരു കൊള്ളിയല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വാക്യവുമായി നമുക്കൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അർത്ഥവത്തായ വാക്യമാണ്, തമ്മിൽ യോജിക്കുന്നുണ്ട്, പൊരുത്തപ്പെടുന്നുണ്ട്. അവിടെ പറയും തീയിൽ നിന്ന് വലിച്ചെടുത്തൊരു കൊള്ളി. ഇവിടെ പറയുമ്പോൾ ആ നഗരത്തിന് തീ പിടിച്ച് പുഴുങ്ങി അതിനകത്ത് വെന്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തു നിന്നും ചിലരെ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇത് രണ്ടും രണ്ട് കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ടാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇൻസ്പിറേഷനിലൂടെയും എഴുതപ്പെട്ട വചനത്തിന്റെ ദൈവിക നിശ്വാസ്യതയെ ഈ ഭാഗങ്ങളൊക്കെ തെളിയിക്കുന്നുണ്ട്. ഒന്നൊന്നോടൊത്തിരിക്കുന്നു. ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ അന്വേഷിച്ച് നോക്കിയോ, അത് ഒന്നൊന്നോടെ ഒത്തിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ പറയപ്പെട്ടിരിക്കുന്ന ആ കണ്ണങ്ങളെ എടുത്ത് മാറ്റുവീൻ. ആ പുഴുങ്ങിക്കൊണ്ടിരിക്കുന്ന, ആ വെന്തുകൊണ്ടിരിക്കുന്ന ആ തീക്കകത്തുനിന്ന് ചില മാറ്റണം. സെഖര്യാവിന്റെ അകത്ത് പറയുന്നു, ആ തീരിന്റെ അകത്തുനിന്ന് വലിച്ചെടുത്തതാണ്. ഇതിനകത്ത് പറയുമ്പോൾ ആ തീക്കകത്ത് വലിച്ചെടുത്തതാണ്. അവരെയാണ് പ്രവാസത്തിലേക്ക് കൊണ്ടുപോയത്. ആ ജനങ്ങളെ അതിനകത്തു നിന്നും വലിച്ചെടുത്തവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും. അതാണ് 6-ാം വാക്യത്തിൽ എടുത്തു പറയുന്ന ഒരു ഭാഗം കൂടെ ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. അതാണ് 6-ാം വാക്യത്തിൽ പറയുന്നു, അതിനെ കണ്ണം കണ്ണമായി പുറത്തെടുക്കുക എന്ന് പറയുന്നു, ഭാഗമായി. ഇനി നമ്മൾ വായിച്ച വേദം 7-8 വരാം. അതോട് പറഞ്ഞ് ഈ രാത്രിയിൽ നമ്മുടെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കും. അവൾ ചൊരിഞ്ഞിരിക്കുന്ന രക്തം അവളുടെ മധ്യേ ഉണ്ട്. ആ. അവൾ അത് വെറും പാറയിൽ അത്രേ ചൊരിഞ്ഞത്. മണ്ണുകൊണ്ട് മൂടുവാൻ തക്കവണ്ണം അത് നിലത്തൊഴിച്ചില്ല. ക്രോധം വരുത്തേണ്ടതിനും പ്രതികാരം ചെയ്യേണ്ടതിനും ഞാൻ അവൾ ചൊരിഞ്ഞ രക്തം മൂടിപ്പോകത്തക്കവണ്ണം അതിനെ വെറും പാറമേൽ തന്നെ നിർത്തിയിരിക്കുന്നു. സമയപരിധിക്കകത്ത് നിന്നുകൊണ്ട് ഈ ഭാഗം ഞാൻ ഒന്ന് വിശദീകരിക്കും. യെരുശലേമിലെ ജനങ്ങൾ അവർ ചെയ്ത ഭയങ്കര കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റായി ചെയ്ത കാര്യങ്ങൾ മറച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതല്ല, പാറപ്പുറത്ത് ഊറ്റുന്ന ചോര രക്തം പോലെ ഇരിക്കുന്നു.
അവരെ പ്രവർത്തികൾ അതിനാൽ എല്ലാവരും കാണും. പാറപ്പുറത്ത് ഒഴിക്കുന്ന രക്തം അതെല്ലാവർക്കും കാണാൻ കഴിയും. മണ്ണിൽ ഒഴിക്കുന്ന രക്തം അത് പെട്ടെന്ന് മാറിപ്പോകും, അത് ആർക്കും കാണാനൊക്കത്തില്ല. ഇപ്പൊ ഇവിടെ അവിടെ പാപപ്രവൃത്തികൾ അതെല്ലാവരും കാണും. ജനത്തിന്റെ പാപം ദൈവം അവരെ സൃഷ്ടിച്ചു എന്ന് ജനങ്ങളെല്ലാവരും അറിയത്തക്ക നിലയിൽ അവരുടെ പാപം എല്ലാവരും കാണും. ആ നിലയിൽ അവരുടെ പാപം കാണത്തക്ക നിലയിൽ അവർ പാറപ്പുറത്ത് രക്തമൊഴിക്കുന്ന പോലെയാണ് ആ രക്തം അവിടെ ഊറ്റിയിരിക്കുന്നത്. അവിടെ വായിക്കുന്ന അവൾ ചൊരിഞ്ഞ രക്തം അതിന്റെ മധ്യേ ഉണ്ട്. യെരുശലേമിന് വരുന്ന മരണം, നാശം, ന്യായവിധി അവിടെ സംഭവിക്കും. വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നു, രക്തച്ചൊരിച്ചിലുകൾ. ഇതെല്ലാം ശരിയായ നിലയിലുള്ളതായ ഒരു ശവസംസ്കാരത്തെ തടയുന്നു. അവരുടെ മൃതദേഹങ്ങൾ ഭയങ്കരമായി തുറന്നു കിടക്കും. യെരുശലേമിനും യൂദായ്ക്കും എതിരായ ദൈവത്തിന്റെ ക്രോധത്തിന്റെ, പ്രതികാരത്തിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഈ ദൃഷ്ടാന്തം കൂടിയാണ് ഇവിടെ പറയുന്നത്. രക്തം അന്യായമായി ചൊരിയുന്നു. അത് പ്രതികാരത്തിന് വേണ്ടിയുള്ള നിലവിളിയാണത്. രക്തം അന്യായമായി ചൊരിയുമ്പോൾ ആ രക്തം പ്രതികാരത്തിന്റെ നിലവിളിയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം വായിച്ചു. ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 10. നീ എന്ത് ചെയ്തു? ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 10. അതിന് അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇവിടെ കയീനോട് പറയേണ്ടത്, നിന്റെ അനുജന്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. പ്രതികാരത്തിന്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇയ്യോബിന്റെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം വായിച്ചു. ജോബ് ചാപ്റ്റർ 16 വേഴ്സ് 18. ഭൂമിയെ എന്റെ രക്തം മൂടരുത്, എന്റെ നിലവിളി എങ്ങും തടഞ്ഞു പോകരുതേ. അവിടെ പറയും, ഭൂമിയെ എന്റെ രക്തം മൂടരുതേ. അടുത്ത, എന്റെ നിലവിളി എങ്ങും തടഞ്ഞു പോകരുതേ. എന്റെ നിലവിളി എങ്ങും അടഞ്ഞു പോകരുത്. അപ്പോൾ ആ രക്തം അങ്ങനെ കിടക്കുന്ന കാലത്തോളം അതെല്ലാവരും കാണുന്നു, അതെല്ലാവരും അറിയുന്നു. അതൊരു പ്രതികാരത്തിന്റെ രക്തമായി അത് മാറ്റപ്പെടുന്നു. നമ്മളെ യഹോവയായ ദൈവം ഇസ്രായേലിന് പ്രമാണം കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, മൃഗങ്ങളുടെ ആയാലും പറവകളുടെ ആയാലും രക്തം എങ്ങനെ ആയിരിക്കണം, എവിടെ ഒഴിക്കണമെന്ന് പറയുന്നു. ആവർത്തന പുസ്തകം 12-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം 24-ാമത്തെ വാക്യം വായിച്ചു. ഡ്യൂട്രോണമി ചാപ്റ്റർ 12 വേഴ്സ് 16 and 24. രക്തം മാത്രം നിങ്ങൾ തിന്നരുത്, അത് വെള്ളം പോലെ നിലത്തൊഴിച്ചു കളയണം. അത് വെള്ളം പോലെ നിലത്തൊഴിച്ചു കളയണം. വെള്ളം പോലെ. അടുത്ത 24. അതിനെ നീ തിന്നാതെ വെള്ളം പോലെ നിലത്തൊഴിച്ചു കളയണം. അതിനെ നീ തിന്നാതെ വെള്ളം പോലെ അതിനെ നിലത്തൊഴിച്ചു കളയും. ഇനിയും 15-ാം അധ്യായത്തിന് 23-ാമത്തെ വാക്യം, ചാപ്റ്റർ 15 വേഴ്സ് 23. അതിന്റെ രക്തം മാത്രം തിന്നരുത്, അത് വെള്ളം പോലെ നിലത്ത് ഒഴിച്ചു കളയണം. ഈ ഭാഗത്തെല്ലാം പറയുന്നത് അതിന്റെ രക്തം നീ തിന്നരുത്, അത് വെള്ളം പോലെ ഭൂമിയിൽ ഒഴിച്ചു വിടണം. വെള്ളം പോലെ ഒഴിച്ചു വിടുമ്പോൾ പെട്ടെന്ന് വറ്റിപ്പോകും, അത് ആർക്ക് കാണാൻ ഒക്കത്തില്ല. ഇവിടെ പറയുന്നു, അവിടെ രക്തം അവിടെ മധ്യേ ഉണ്ട്, അത് പാറപ്പുറത്തൊഴിച്ച ചൊരിഞ്ഞ രക്തം പോലെയാണ്, എല്ലാവരും കാണുന്നതാണ്. ഇത് തുറന്ന് കാണിക്കുന്നതെല്ലാം
ജീവന്റെ ഉറവിടവും ഉറപ്പ് നൽകുന്നതുമായ ദൈവ കോപത്തിന്റെ ഒരു പ്രകോപനത്തെയാണ് കാണിക്കുന്നത്. ഉപരോധിക്കപ്പെട്ട യെരൂശലേമിലെ നിവാസികൾ എല്ലാ ദിശകളിലേക്കും അവർ ചിന്തിച്ചിതിരി ഓടുന്നു. എന്നാൽ യെരൂശലേമിന്റെ കുറ്റബോധം അതെന്നും നിലനിൽക്കുന്നു, അവശേഷിക്കുന്നു എന്നാണ് ഭാഗം അർത്ഥമാക്കുന്നത്. നഗ്നമായ പാറയിൽ ചൊരിഞ്ഞ രക്തം പോലെ ശ്മശാന ഭൂമിയിൽ നിന്ന് മറയ്ക്കപ്പെടാത്തതിനാൽ ഇപ്പോഴും പ്രതികാരത്തിനായി ദൈവത്തോട് അത് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ആ ഭാഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതെങ്ങനെയെല്ലാം പോയാലും അത് മൂടപ്പെടാതെ അത് തുറന്നു കിടക്കുകയാണ്. അതെല്ലാവരും കാണത്തക്കത് തുറന്നു കിടക്കുന്നു. അത് മൂടി മറയപ്പെടാതെ, ഒരു മശാന ഭൂമിയിലേക്ക് അത് മറയപ്പെടാതെ ഇത് എപ്പോഴും പ്രതികാരത്തിനായി ദൈവത്തോടെ നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചിന്ത ഈ രാത്രി അവസാനിപ്പിക്കാം. ഈ രാത്രിയിൽ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് തോന്നുന്ന കാര്യങ്ങൾ: ഒന്ന്, നമുക്ക് മാനസാന്തരപ്പെടുവാൻ, നമ്മുടെ തെറ്റുകളെ നമുക്ക് ബോധ്യം വരുത്തിരുമ്പോൾ അത് തിരുത്തി ദൈവത്തെങ്കിലേക്ക് വരാൻ ഉള്ള സാവകാശം ദൈവം നമുക്ക് തരുമ്പോൾ നമ്മളത് ചെയ്യുവാൻ നമ്മൾ റെഡിയാകണം. ഇവിടെ യെശയ്യാപ്രവചനം വായിച്ചു, നിന്റെ രക്തം, നിന്റെ പാപം എത്ര കറ പിടിച്ചതായാലും നീ അനുസരിക്കുന്നെങ്കിൽ ഞാനത് ഹിമം പോലെ വെള്ളയാക്കി തരാം, ഞാനത് വെളുത്ത പഞ്ച് പോലെയാക്കി തരാം എന്ന് യഹോവയായ ദൈവം പഴയ നിയമത്തിൽ പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിലും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് പാപമോചനം അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിച്ചു. പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ രക്തം ഇന്നും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, തന്നെ അനുസരിക്കുന്നവർക്ക് വേണ്ടി, തന്റെ അടുക്കൽ വരുന്നവർക്ക് പൂർണ്ണമാകുന്ന പാപമോചനം നൽകത്തക്ക നിലയിൽ ഇന്നും പ്രവർത്തിക്കാൻ കഴിയുന്ന ശക്തിയുള്ള രക്തമായി ഇന്നും നിലനിൽക്കുന്നു. ഇവിടെ വായിക്കുന്നതിന് പാപം എത്ര കടിഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കും. അതുകൊണ്ട് ഈ വചനം യൂട്യൂബിൽ കേൾക്കുന്നവരായാലും ശരി, അല്ലാതെ കേൾക്കുന്നവരായാലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപക്കറകളുണ്ടെങ്കിൽ അതേത് തരത്തിൽപ്പെട്ടതായാലും നാം ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് നാം ദൈവത്തെ അനുസരിക്കുന്നെങ്കിൽ, ദൈവത്തോട് അനുദപിക്കുന്നു എങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ കറകളെ മാറ്റി വെണ്മയുള്ളവരാക്കി തീർക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഏത് സമയവും നമ്മളെ തന്നെ ശോധന ചെയ്ത് വെടിപ്പുള്ളവരായി, നിർമ്മലരായി, ഈ ന്യായവിധി ഒക്കെ രക്ഷപ്പെട്ട് നിത്യജീവികൾ പ്രവേശിക്കുന്നതായി തീരുവാൻ തക്കവണ്ണം ദൈവത്തെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.